ഹായ് ഓൾ. ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മറ്റ് ഡിഗ്രി തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കുറിച്ചിട്ടോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഈ പറയുന്ന നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്കായി ഞങ്ങൾ 90 ദിവസത്തെ പ്രിലിംസ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ കംപ്ലീറ്റ് മെയിൻസ് പരീക്ഷയ്ക്കായുള്ള പ്രോഗ്രാമും കൂടാതെ ഇൻ്റർവ്യൂ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ലേറ്റസ്റ്റ് കണ്ടന്റ് ആണ്. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജ് തലത്തിൽ അതായത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ്, കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തലത്തിലും എല്ലാം ഇത് നൽകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊല്ലമാണ്. ഓക്കെ, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം. മികച്ച കോർപ്പറേഷൻ, അതായത് കഴിഞ്ഞ തവണയും മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം, ഇത്തവണയും തിരുവനന്തപുരം തന്നെയാണ്. മികച്ച മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഗുരുവായൂരാണ്, എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്നുള്ള സ്ഥാനം ഏത് ജില്ലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്? കൊല്ലത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. എന്നാൽ തിരുവനന്തപുരം 2ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം 2ാം സ്ഥാനത്താണ്. എന്നാൽ തിരുവനന്തപുരത്തിന് മികച്ച കോർപ്പറേഷനുള്ള എന്ത് കിട്ടി? പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, അത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ്. ഓക്കെ, ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 2ാം സ്ഥാനം കൊടകര എന്ന് പറയുന്നത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് വെളിയന്നൂർ, അതായത് കോട്ടയം ജില്ലയിലാണ്. എന്നാൽ 2ാം സ്ഥാനം തിരുവനന്തപുരത്തെ ഒഴമലക്കൽ ഗ്രാമപഞ്ചായത്തിനാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഓക്കെ, ഇപ്പൊ ഏറ്റവും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി അഥവാ നഗരസഭ എന്ന് പറയുന്നത് ആരാണ്? ഗുരുവായൂരാണ് കേട്ടോ, ഗുരുവായൂർ. അപ്പോൾ അത് ഒന്ന് നോക്കിക്കൊള്ളുക. ഇനി സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ പറയുന്ന മഹാത്മാ പുരസ്കാരവും ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒറ്റശേഖരമംഗലമാണ് കേട്ടോ, തിരുവനന്തപുരത്തെ ഒറ്റശേഖരമംഗലമാണ്. ഇനി കേരളത്തിൽ മാതൃകാ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത്. അപ്പോൾ മാതൃക, അതായത് ഒരു മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി. അപ്പോൾ കുടുംബ കോടതി ഡിജിറ്റൽ ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ട്രയലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കോൺഫറൻസിലും കൂടെ ആയിരിക്കാം. അത്തരത്തിൽ മാതൃക ഡിജിറ്റൽ കുടുംബ കോടതി കൊല്ലം ജില്ലയിലാണ്, ശാസ്താംകോട്ട. ഓക്കെ, ഡിജിറ്റൽ കുടുംബ കോടതിയാണ്. നമുക്ക് ഡിജിറ്റൽ കോടതികളൊക്കെ ഇപ്പോൾ വളരെ കാലം മുന്നേ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മാതൃക ഡിജിറ്റൽ കുടുംബ കോടതി, ഫാമിലി കോർട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ്. അതുപോലെ തന്നെ ഇലോൺ മസ്ക്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി USA സന്ദർശിച്ചു. തുടർന്ന് ഇലോൺ മസ്കുമായിട്ട് ഒരു സംഭാഷണം നടത്തുകയും ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറ് ഇന്ത്യയിൽ അതിൻ്റെ നിർമ്മാണ കമ്പനി ഫോം ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു. ആ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിൽ പുറത്തിറക്കിയ പുത്തൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
ചാറ്റ് ബോട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ചാറ്റ് ബോട്ടുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ PSC മത്സര പരീക്ഷകൾ എന്നുള്ള ഏതൊരു മത്സര പരീക്ഷകളിലും ഒരു ഹോട്ട് ടോപ്പിക് ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ചാറ്റ് GPT ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് ചാറ്റ് ബോട്ടായിട്ടുള്ള DeepSeek AI ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോസോഫ്റ്റിന്റെ ഒരു ചാറ്റ് ബോട്ടാണ് കോപൈലറ്റ് എന്ന് പറയും. കോപൈലറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിലേക്ക് ഒന്നുകൂടി, ഗ്രോക്ക് 3 എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി നിർമ്മിച്ചിരിക്കുന്ന AI ചാറ്റ് ബോർഡ് ആണ് ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. ഇനി ചൈനീസ് AI ചാറ്റ് ബോട്ടായ DeepSeek AI നിരോധിച്ച ആദ്യ രാജ്യം. അപ്പോൾ DeepSeek എന്ന് പറയുന്നത് ചാറ്റ് GPTയേക്കാളും കുറച്ചും കൂടി അല്ലെ ഒരു എന്താ പറയാ ആക്യുറസി കിട്ടുന്ന ഒരു AI ബോട്ടായിട്ടാണ് കരുതുന്നത്. അപ്പൊ അത്തരത്തിൽ ചൈനീസ് AI ചാറ്റ് ബോട്ടായ DeepSeek AI നിരോധിച്ച ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യം തന്നെയാണ്, സൗത്ത് കൊറിയ. ഇനി 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം സ്വന്തമാക്കിയത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സ്കൂൾ കലോത്സവത്തിൽ അല്ലെ തൃശ്ശൂർ ജില്ല 1ാം സ്ഥാനം നേടുന്നത്. ഓക്കെ, 63ാമത് കേരള സ്കൂൾ കലോത്സവം അതിന്റെ വേദി തിരുവനന്തപുരമാണ്. എന്നാൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് തൃശ്ശൂരാണ്, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂരുമാണ്. അപ്പൊ തൃശ്ശൂരും പാലക്കാടും തമ്മിൽ 1 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ തൃശ്ശൂര്, പാലക്കാട്, കണ്ണൂർ എന്നിവ 1, 2, 3 യഥാക്രമം സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട്. ഇനി ഉള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ 15ാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG എന്ന് പറയും അല്ലെ. സോ ഭരണഘടനാ സ്ഥാനം തന്നെയാണത്. ഉത്തരം K. സഞ്ജയ് മൂർത്തിയാണ്, K. സഞ്ജയ് മൂർത്തി. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറും ഒരു സഞ്ജയ് തന്നെയാണ്, പക്ഷെ അത് സഞ്ജയ് മൽഹോത്രയാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് എപ്പോഴും നമ്മൾ നോക്കിക്കൊള്ളാം, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 15ാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് K. സഞ്ജയ് മൂർത്തിയാണ്. ആ ഇനിഷ്യൽ ഉൾപ്പെടെ നമുക്ക് വേണം. എന്നാൽ റിസർവ് ബാങ്കിന്റെ 26ാമത് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ഓക്കെ, ഇത് ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എത്രാമത്തേതാണ് എന്നുള്ളത് കൂടി നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഇനി കേരളത്തിന്റെ 23ാമത് ഗവർണർ ഇപ്പോൾ മുഹമ്മദ് ആരിഫ് ഖാൻ മാറി അദ്ദേഹത്തിന് പകരം ഗോവയുടെ മുൻ മന്ത്രി കൂടിയായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സഞ്ജീവ് ഖന്നയാണ്, സഞ്ജീവ് ഖന്ന. അതും കൂടി നോക്കിക്കോളൂ. അതുപോലെ ISROയുടെ 11ാമത് ചെയർമാൻ, നമ്മൾ മുന്നേ വരെ പഠിച്ചു 10ാമത് ചെയർമാൻ അല്ലെ, സോമനാഥ്, അത് അദ്ദേഹം മലയാളിയായിരുന്നു. ഇന്നിപ്പോ ISROയുടെ 11ാമത് ചെയർമാൻ എന്ന് പറയുന്നത് V. നാരായണനാണ്, തമിഴ്നാട്ടുകാരനാണ്, അദ്ദേഹത്തിന്റെ സ്വദേശം തമിഴ്നാടാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത് ചെയർമാൻ ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി V. രാമസുബ്രഹ്മണ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പരീക്ഷാ ചോദ്യം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. V. രാമസുബ്രഹ്മണ്യൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എത്രാമത്തെ? 9ാമത്തെ ചെയർമാനാണ്. ഇന്ത്യയുടെ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് ഗ്യാനേഷ് കുമാർ. എന്നാൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് സംസ്ഥാനത്തിന്, കേരള സംസ്ഥാനത്തിന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട്, A. ഷാജഹാൻ, റിട്ടയർഡ് IAS ആണ്. എന്നാൽ ഇവിടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത്, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് രത്തൻ യു കേൽക്കർ ആണ്. രത്തൻ യു കേൽക്കർ IAS കാരനാണ്. ഓക്കെ, ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഓക്കെ, ഉപമുഖ്യമന്ത്രിയായിട്ട് സുരീന്ദർ ചൗധരിയാണ്. ഇനി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ഉപമുഖ്യമന്ത്രിമാർ അജിത് പവാറും ഏകനാഥ് ഷിൻഡെയുമാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന 2 സംസ്ഥാനങ്ങളാണ്, ഒന്ന് ജമ്മു കാശ്മീരും മറ്റൊന്ന് മഹാരാഷ്ട്രയും എന്ന് പറയുന്നത്. ഓക്കെ, സോ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ഉപമുഖ്യമന്ത്രിയും കൂടി നോക്കിക്കൊള്ളുക. ജമ്മു കാശ്മീർ ഒരു കേന്ദ്ര നിയമസഭയോട് കൂടിയ ഒരു കേന്ദ്രഭരണ പ്രദേശമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ
അല്ലെ? മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൗധരി. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ഉപമുഖ്യമന്ത്രിമാർ അജിത് പവാറും ഏകനാഥ് ഷിൻഡെയും. ഏകനാഥ് ഷിൻഡെ ആയിരുന്നു മുൻ മുഖ്യമന്ത്രി. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റെഫറിയായ മലയാളി, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജയശ്രീ. ആദ്യമായിട്ടാണ് ഒരു വനിത ദേശീയ ജൂഡോ റെഫറി ആയിട്ട് വരുന്നത്, അതും ഒരു മലയാളിയാണ്, ജയശ്രീ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള വികേന്ദ്രീകരണ സൂചികയിൽ ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം. ഇത് ഒരുപക്ഷെ ഓപ്ഷനിൽ കേരളം കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും ബഹുഭൂരിപക്ഷവും കേരളം തന്നെ ഉത്തരം കൊടുക്കും. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വികേന്ദ്രീകരണ സൂചികയിൽ 1-ാം സ്ഥാനം കർണാടകയാണ്. എന്നാൽ 2-ാം സ്ഥാനമാണ് കേരളത്തിന്, 3-ാം സ്ഥാനം തമിഴ്നാടിന്. ഇനി 2025 ജനുവരിയിൽ ബ്രിക്സ് അംഗത്വം നേടിയ രാജ്യം. ബ്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആകെ 5 രാജ്യങ്ങളുടെ പേരാണ് അവിടെ ബ്രിക്സിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ആരാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇന്നിപ്പോൾ ബ്രിക്സിൽ 10 രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബ്രിക്സിന്റെ പേരിപ്പോഴും ബ്രിക്സ് എന്ന് തന്നെയാണ്, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പറയുന്ന 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, മുന്നേയുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന 5 പേരെ കൂടാതെ ഈജിപ്ത്, എത്യോപ്യ എന്നീ 2 ആഫ്രിക്കൻ രാജ്യങ്ങൾ, ശ്രദ്ധിക്കണം, ഈജിപ്ത്, എത്യോപ്യ എന്നീ 2 ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതും നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഇസ്ലാം മതം കൂടുതലുള്ള രാജ്യം കൂടിയാണ് ഇവയെല്ലാം. അതുപോലെ തന്നെ ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 2 ഏഷ്യൻ രാജ്യങ്ങൾ, അല്ലെ? അപ്പോ ശ്രദ്ധിക്കണം, ഇറാൻ, അതുപോലെ തന്നെ UAE, സൗദി അറേബ്യ അല്ല, UAE ആണ്. എന്നാൽ 10-ാമതായിട്ട് ബ്രിക്സിൽ അംഗത്വം നേടിയിരിക്കുന്ന ആരാണ്? യെസ്, അത് ഇന്തോനേഷ്യ ആണ് കേട്ടോ. ശരി, അപ്പൊ ഇനിയിപ്പോ ബ്രിക്സ് എന്നുള്ള പേര് മാറിയിട്ടില്ല, അതിന് പകരം അവര് ഉപയോഗിക്കുന്നത് ബ്രിക്സ് പ്ലസ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഉപയോഗിച്ച് പോകുന്നത്. ബ്രിക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനാൽ വിലക്ക് ലഭിച്ച ടെന്നീസ് താരം. അപ്പോൾ ലോക 1-ാം നമ്പർ താരമാണ്. ഈ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടെന്നീസിൽ ലോക 1-ാം നമ്പർ താരമാണ് ആര്? ഇറ്റലിയുടെ യാനിക് സിന്ന. ഈ പറയുന്ന ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനാൽ അദ്ദേഹത്തിന് വിലക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം, വൺ ഓഫ് ദി ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആണ്, അല്ലെ? ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, ഇതെല്ലാം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ്. അപ്പൊ അതില് പുരുഷ സിംഗിൾസ് ജേതാവ് എന്ന് പറയുന്നത് ഇറ്റലിയുടെ യാനിക് സിന്നർ തന്നെയാണ്. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചു. ഇനി വനിതകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും വനിതാ സിംഗിൾസ് ജേതാവ് എന്ന് പറയുന്ന മാഡിസൺ കീസ് ആണ്. USA മാഡിസൺ കീസ് ആദ്യമായിട്ടാണ് ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്നത്. ഫൈനലിൽ ശരിക്കും പറഞ്ഞാൽ വനിതാ സിംഗിൾസിൽ, അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഹാട്രിക് കിരീടം പ്രതീക്ഷിച്ച് മുന്നോട്ട് വന്ന, അല്ലെ, ബെലാറസിന്റെ അരീന സബലങ്ക, അതായത് നിലവിൽ വനിതാ ടെന്നീസ് ലോക 1-ാം നമ്പർ താരമാണ് അരീന സബലങ്ക എന്ന് പറയുന്നത്. അവരെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, മാഡിസൺ കീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത HMPV അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് സ്ഥിരീകരിച്ച ഇന്ത്യയിലെ ആദ്യ സ്ഥലം എന്ന് പറയുന്നത് ബംഗളൂരു, കർണാടകയിലാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് HMPV? ഇത് ഒരു റെസ്പിറേറ്ററി ഡിസീസിന് കാരണമാകുന്ന വൈറസ് തന്നെയാണ് കേട്ടോ. ഇനി 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ, അത് വെസ്റ്റ് ബംഗാളാണ്. ഫൈനലിൽ കേരളത്തെയാണ് തോൽപ്പിച്ചത്. വേദി ഹൈദരാബാദാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ കേരളം ജയിച്ചിരുന്നുവെങ്കിൽ അടുത്ത് വരാനിരിക്കുന്ന ആദ്യ പരീക്ഷയിൽ തന്നെ ചോദിച്ചേനെ. പക്ഷെ 78ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ വെസ്റ്റ് ബംഗാൾ, ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു. വേദി വന്നിട്ട് ഹൈദരാബാദാണ്. ഇനി കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കുമായിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് ഭാരത് പോൾ എന്ന് പറയുന്നത്. ഭാരത് പോൾ. ഇനി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ P ഭാസ്കരൻ പുരസ്കാരം നേടിയത് 2025 ഈ പുരസ്കാരം നൽകിയത്. അത് P ജയചന്ദ്രൻ, അന്തരിച്ചു പോയ ഗായകനായ P ജയചന്ദ്രനാണത്. ഓക്കെ, ഇനി 2025 38ാമത് ദേശീയ ഗെയിംസ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി വന്നിട്ട് ഉത്തരാഖണ്ഡ. ഓക്കെ, അപ്പൊ അതിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് സർവീസസ് ആണ്. സർവീസസ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയും 3-ാം സ്ഥാനം ഹരിയാനയുമാണ്.
കേരളത്തിന്റെ സ്ഥാനം 14ആണ്. 1985 ദേശീയ ഗെയിംസിന് ശേഷം കേരളത്തിന്റെ ഏറ്റവും മോശം പ്രകടനമാണ്. ഇപ്പോൾ ഫുട്ബോളിലൊക്കെ സ്വർണം നേടിയെങ്കിലും കേരളത്തിന്റെ ഏറ്റവും വളരെ മോശപ്പെട്ട പ്രകടനമായിരുന്നു ഇത്തവണത്തേത്. അപ്പോൾ വേദി വന്നിട്ട് ഉത്തരാഖണ്ഡാണ്. 2027 നടക്കാനിരിക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഏത് എന്ന് നോക്കാം. അത് വന്നിട്ട് മേഘാലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിലാണ് അടുത്ത ദേശീയ ഗെയിംസ് നടക്കാനിരിക്കുന്നത്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എന്ന് പറയുന്നത് ഒഡീഷയിലെ ഭുവനേശ്വരാണ്. മുഖ്യ അതിഥി ക്രിസ്റ്റീൻ കാർല കാംഗ്ലു, അതായത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റാണ്. ഒട്ടനവധി ഇന്ത്യൻ വംശജരൊക്കെ ഉള്ള ഒരു കരീബിയൻ ദ്വീപ് രാഷ്ട്രം കൂടിയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റീൻ കാർല കാംഗ്ലു 2025 ഫെബ്രുവരിയിൽ അന്തരിച്ചു പോയ VSSCയിലെ മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹമായ ആപ്പിളിന്റെ പ്രോജക്ട് ഡയറക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റസ്റ്റ് വാർത്തയാണ് മാണിക്യ വാസകം എന്ന് പറയുന്നത്. ഇനി 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രമാണ് തമിഴ്നാട് തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണം എന്ന് പറയുന്നത്. ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററും ഇപ്പൊ രണ്ടാമത് തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണവും തന്നെയാണ്. ഓക്കെ, എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പെരിമെന്റൽ ബേസിസ് എന്നുള്ള രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള റോക്കറ്റ് വിക്ഷേപണം തുമ്പയിൽ നടക്കുന്നുണ്ട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളിയാണ് K. ജയകുമാർ. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം പിങ്കള കേശിനി. 2025 അന്തരിച്ചു പോയ പ്രശസ്ത മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജൂറിയിലെ മുൻ അംഗവുമായ മലയാളി മാധവ ഭട്ടതിരി. ഇനി 2025 200ാമത് ജയന്തി ആചരിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2025 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സാധാരണ രീതിയിൽ അത് ന്യൂഡൽഹി എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് പോകും. പക്ഷേ ഹാനോയ് ആണ്, വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹാനോയ്. PJ ആന്റണി, നമ്മുടെ PJ ആന്റണി ഈ പറയുന്ന സിനിമ നടനായിരുന്നു അല്ലെ, ദേശീയ പുരസ്കാരമൊക്കെ ലഭിച്ച മലയാള സിനിമാ താരമായിരുന്നു. അദ്ദേഹത്തിനോട് സ്മരണ കാണിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് കൊച്ചിയിലാണ്. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ അല്ലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. ഓക്കെ, അപ്പൊ 2025 ഫെബ്രുവരിയിൽ മണിപ്പൂരിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. രാജിവെച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ബീരേൻ സിംഗ് ആണ്. അതായത് ഏകദേശം 21 മാസത്തോളം അവിടെ വംശീയ കലാപം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി രാജിവെച്ചു ബീരേൻ സിംഗ്. അതിന് പകരമായിട്ട് ആരെയും കൊണ്ടുവന്നില്ല, പകരം രാഷ്ട്രപതി ഭരണമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. IIT മദ്രാസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റിംഗ് വില്ല. ഓക്കെ, 3D പ്രിന്റിംഗ് വില്ല അതെന്ന് പറയുന്നത് ത്വസ്ത. ഓക്കെ, സോ ഇപ്രകാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ലോഡ് കുറച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട, നമ്മൾ തരുന്ന ഇത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും ഉറപ്പിക്കാം. ഈ കഴിഞ്ഞ LDC, LSGA സെക്രട്ടറി തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മുടെ നോട്ടിൽ നിന്ന് തന്നെയായിരുന്നു. വിശ്വസിച്ച് പഠിക്കാം. ഈ നോട്ട് നിങ്ങൾക്ക് M-Favor ലേണിംഗ് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 90 ഡേയ്സ് പ്രിലിംസ് ക്രാഷ് കോഴ്സിലൂടെ. താങ്ക് യു.